നവകേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചതിന് തൊട്ടു പിന്നാലെ മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. അവർക്ക് 2.5 വർഷമാണ് കാലാവധി നിശ്ചയിച്ചിരുന്നത്. 2.5 വർഷം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 മാസമായി. ഈ നവകേരള ബസ് യാത്ര നടക്കുന്നത് കാരണം രാജി അല്പം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഏതായാലും അവർ രണ്ടുപേരും രാജിവെച്ചു. അപ്പോൾ തന്നെ പുതിയ മന്ത്രിമാരായിട്ട് കെ ബി ഗണേഷ് കുമാറിനെയും രാമേന്ദ്രൻ കടന്നപ്പള്ളിയെയും തീരുമാനിച്ചു. രണ്ടുപേരും വളരെ കാലമായിട്ട് പൊതുരംഗത്തുള്ളവരാണ്. നേരത്തെ മന്ത്രിമാരായിരുന്നു. ഭരണ സാമർഥ്യം തെളിയിച്ചിട്ടുമാണ്. വ്യക്തിപരമായിട്ട് രണ്ടുപേരുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രണ്ടുപേർക്കും മംഗളാശംസകൾ നേരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അദ്ദേഹം ആർ ബാലകൃഷ്ണയുടെ മകനാണ്. എന്നാലും ഉപരി കേരളത്തിൽ ഒരു സിനിമാ നടനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ സിനിമാ ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തേണ്ട ഒരു സിനിമയിൽ നായകനായിട്ടാണ് അദ്ദേഹം വന്നത്. എന്ന് മാത്രമല്ല ആ സിനിമ ഏതാണ്ട് കേരള കോൺഗ്രസ് സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നുകൂടിയായിട്ട് അന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഇപ്പോഴും നിങ്ങളത് കണ്ടാൽ ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് അല്ല, കേരള കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് എങ്ങനെയായിരുന്നു കേരള കോൺഗ്രസ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു ഇരകൾ. ആ സിനിമ വലിയൊരു സാമ്പത്തിക വിജയമായിരുന്നില്ല. എങ്കിലും പിന്നീടും പല സിനിമകളിലുമൊക്കെ നമ്മൾ ഗണേഷ് കുമാറിനെ കണ്ടു. പിന്നെ ടി വി സീരിയലിൽ കണ്ടു. ഈ സിനിമ തൊഴിലാളികളുടെ അല്ലെങ്കിൽ സീരിയൽ നടന്മാരുടെ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം 2001 തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് മത്സരിച്ച് ജയിച്ചു. കേരള നിയമസഭയിൽ അംഗമായി. പത്തനാപുരം ഇടതുപക്ഷ മുന്നണിയുടെ പ്രത്യേകിച്ച് CPI ഒരു കോട്ടയായിട്ടാണ് കരുതപ്പെട്ടത്. വലിയൊരു പാർലമെൻറ്റേറിയനായ കെ പ്രകാശ് ബാബുവിനെയാണ് ഗണേഷ് കുമാർ പരാജയപ്പെടുത്തിയത്. അതിനെ തുടർന്ന് അദ്ദേഹം മന്ത്രിയായി. അന്ന് ബാലകൃഷ്ണപിള്ള ഈ ഗ്രാഫൈറ്റ് കേസിലും ഇടമലയാർ കേസിലും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കാൻ ആന്റണി കൂട്ടാക്കിയില്ല. ആന്റണി അതുകൊണ്ട് ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കി. പിന്നീട് ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുത്തു. ഗണേഷ് കുമാറിനെ ഒഴിവാക്കി. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നമ്മൾ ഗണേഷ് കുമാറിനെ കാണും 2011. അപ്പോഴേക്കും ബാലകൃഷ്ണപിള്ള രാഷ്ട്രീയത്തിൽ നിന്ന് മിക്കവാറും ഔട്ടായി. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഗണേഷ് കുമാർ വീണ്ടും പത്തനാപുരത്ത് നിന്ന് ജയിക്കുന്നത്. ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് വീണ്ടും ജയിക്കുന്നു, മന്ത്രിയാവുന്നു. ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് വനം വകുപ്പാണ് കിട്ടിയത്. സാധാരണ അദ്ദേഹത്തിന് ഗതാഗത വകുപ്പാണ് കൊടുക്കാറുള്ളത്. വനം വകുപ്പിൽ ഇദ്ദേഹം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് പുള്ളിക്ക് വിരോധികളായി. UDF തന്നെ പുള്ളിക്ക് ഒരുപാട് ശത്രുക്കളായി. പുള്ളിക്കെതിരെ വലിയ പല ലോബികളും പ്രവർത്തിച്ചു. അങ്ങനെ ആ സമയത്ത് നിർഭാഗ്യകരമായ ചില സംഭവവികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലുണ്ടായി. അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം UDF സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുമായിട്ട് ഒരു പാലമുണ്ടാക്കുകയും അത് ഇടതുപക്ഷ മുന്നണിയിൽ ചേരുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇടതുമുന്നണിയിലെ ഭാഗമായിട്ട് മാറിച്ചു. 1ാം പിണറായി സർക്കാരിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. 2ാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്ന് കേട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരിയുമായിട്ട് ചില സ്വത്ത് തർക്കമൊക്കെ ഉണ്ടായതുകൊണ്ട് 2ാം ഊഴത്തിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെയാണ് ആന്റണി രാജു ആദ്യം മന്ത്രിയായത്. ഇപ്പോൾ രാജുവിൻ്റെ കാലാവധി കഴിഞ്ഞു. മറ്റൊരു കേരള കോൺഗ്രസ്സുകാരനായ ഒരു കേരള കോൺഗ്രസ് പോകുമ്പോൾ വേറെ കേരള കോൺഗ്രസ് വരണമല്ലോ. അങ്ങനെ ഇദ്ദേഹം മന്ത്രിയാവുകയാണ്. ഗണേഷ് കുമാർ മുമ്പ് ഭരണ നൈപുണ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ എടുക്കുന്നതിൽ വലിയൊരു അപകടമുണ്ട്. ഇതോടുകൂടി മന്ത്രിസഭയിൽ സവർണ സമുദായക്കാരുടെ പ്രത്യേകിച്ച് നായന്മാരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനമുണ്ടായിട്ടുണ്ട്. പിന്നോക്ക സമുദായക്കാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു എന്നൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ മാധ്യമവും പത്രവും അവരുടെ തന്നെ മീഡിയ വൺ ചാനലുമാണ് ഈ വിഷയം വളരെ ഭയങ്കരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ഇതൊന്നും പിണറായി വിജയൻ ഗൗനിക്കുകയില്ല എന്ന് നമുക്കറിയാം. പിണറായി വിജയൻ മൗദൂദി പത്രം നോക്കിയിട്ടോ അല്ലെങ്കിൽ മീഡിയ വൺ ചാനൽ നോക്കിയിട്ടോ ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. പുള്ളിക്ക് തോന്നിയ പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. പുള്ളിക്ക് മരുമോനും തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിയാവുകയാണ്. ഈ ബാക്കിയുള്ള 2.5 കൊല്ലം അദ്ദേഹത്തിന് ഗതാഗത വകുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കറിയില്ല. KSRTC ലാഭത്തിലാക്കും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ആര് വിചാരിച്ചാലും സാക്ഷാൽ ബാലകൃഷ്ണപിള്ളയുടെ ഭാഷ പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നേരിട്ട് വന്നു നോക്കിയാലും KSRTC ലാഭത്തിലാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി അതിന് പരിഹാരമാർഗവും പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പോലെ ഇവിടെ കമ്പനികളാക്കി മാറ്റണം. കമ്പനിയാക്കി മാറ്റി കഴിഞ്ഞാൽ KSRTC ലാഭത്തിലാവും എന്നാണ്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു തമിഴ്നാട്ടിൽ അത് നടന്നല്ലോ, ഇവിടെ എന്താ നടക്കാത്തത്? അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആണാണ് എന്ന്. അത് പറഞ്ഞ സമയത്ത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ജയലളിതയും കേരളത്തിലെ മുഖ്യമന്ത്രി ആന്റണിയുമായിരുന്നു. പുള്ളി എന്താ ഉദ്ദേശിച്ചതെന്നുള്ളവരും ഇത് കേൾക്കുന്നവർ സ്വയമായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചാൽ മതി.
ഏതായാലും ഗണേഷ് കുമാർ തിരിച്ചു വരികയാണ്, സവർണ പ്രാതിനിധ്യം വർദ്ധിക്കുന്നു എന്ന ഒരു സംഗതിയുണ്ട്. മറ്റേ മന്ത്രി എന്ന് പറഞ്ഞ സാക്ഷാൽ രാമേന്ദ്രൻ കടന്നപ്പള്ളിയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശുദ്ധനായ നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായ ഒരാളാണ് രാമേന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹം ഒരു KSU നേതാവായിട്ടാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. KSU പ്രവർത്തകനായിരുന്നു. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് 1971 ഐതിഹാസികമായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ച സാക്ഷാൽ EK നായനാരാണ്. അന്ന് കാസർഗോട്ട് നിന്ന് AKG പാലക്കാട്ടേക്ക് മാറിയ തെരഞ്ഞെടുപ്പാണ്. കാരണം കാസർഗോട്ട് നിന്നാൽ ജയിക്കില്ലെന്ന് AKGക്ക് മനസ്സിലായി. അതുകൊണ്ട് കാസർഗോട്ട് EK നായനാരെ മത്സരിപ്പിച്ചിട്ട് AKG കുറേ കൂടി സുരക്ഷിതമായ പാലക്കാട്ട് വന്ന് ജയിച്ചു. കാസർഗോട്ട് മത്സരിച്ച EK നായനാർ തോറ്റുപോയി. EK നായനാർ തോൽപ്പിച്ചത് കടന്നപ്പള്ളിയാണ്. അങ്ങനെ ഒരു ജയൻറ്റ് കില്ലറായിട്ടാണ് രാമേന്ദ്രൻ കടന്നപ്പള്ളി ഇന്ത്യൻ പാർലമെൻറ്റിൽ ചെല്ലുന്നത്. അദ്ദേഹം അന്ന് എനിക്കൂടെ പാർലമെൻറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളായിരുന്നു. ഇദ്ദേഹത്തെ കണ്ട് പലപ്പോഴും ഈ വാച്ച് ആൻഡ് വാർഡുകാർ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പാർലമെൻറ്റ് മെമ്പറാണെന്ന് തോന്നുന്നില്ല, കാരണം ആൾ അത്ര ചെറുതാണ്. പിന്നീട് 77 അദ്ദേഹം വിജയം ആവർത്തിച്ചു. 80 അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 81, 82 കാലത്ത് ഈ കോൺഗ്രസ് അന്ന് U ആയിരുന്നു, പിന്നെ S ആയി. ഈ S എന്ന് പറഞ്ഞ പാർട്ടി പിളർന്നപ്പോൾ PC ചാക്കോയുടെയും ശശീന്ദ്രൻ്റെയും അതുപോലെ ഷൺമുഖദാസിൻ്റെയും പീതാംബരം മാഷിൻ്റെയൊക്കെ കൂടെ BC കബീറിൻ്റെയും കൂടെ ഔദ്യോഗിക പക്ഷത്ത് ഉറച്ചിരുന്ന ആളാണ്. അതുവരെ AK ആൻ്റണിയുടെ വലിയൊരു ഭക്തനായിരുന്ന കടന്നപ്പള്ളി രാമേന്ദ്രൻ ഒരു മാർക്സിസ്റ്റ് മച്ചമ്പിയായിട്ട് മാറി എന്ന് പറഞ്ഞാൽ കൂടുതൽ എളുപ്പമുണ്ട്. പക്ഷേ പിന്നീട് വളരെ കാലത്തേക്ക് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല. പലപ്പോഴും മത്സരിച്ചു, പക്ഷേ ജയിച്ചില്ല. പിന്നീട് 2006 വീണ്ടും ജയിക്കുന്നത്. അന്ന് EK നായനാർ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ കുറച്ച് കാലം 2 കൊല്ലത്തോളം അദ്ദേഹം മന്ത്രിയായിരുന്നു. പിന്നെ 1ാം പിണറായി സർക്കാരിൽ വീണ്ടും മന്ത്രിയായി. ഇപ്പോൾ വീണ്ടും മന്ത്രിസ്ഥാനത്ത് എത്തുകയാണ്. ഈ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടാകുന്നത്, നമ്മൾ എറണാകുളത്ത് നിന്ന് ആലുവയിൽ നിന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ മിക്കവാറും ആ ട്രെയിനിൽ ഇദ്ദേഹം ഉണ്ടാവും. കാരണം പാർലമെൻറ്റ് അംഗമായിരുന്ന ആളെന്നുള്ള നിലയ്ക്ക്, മുൻ പാർലമെൻറ്റ് അംഗം എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിന് പാസ്സുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് അദ്ദേഹം സ്ഥിരമായിട്ട് ട്രെയിനിൽ കയറുകയും കണ്ണൂർ വരെ അതിൽ യാത്ര ചെയ്യുകയും ചെയ്യും. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും കൂടെ ഒരാളെ കൂടി കൊണ്ടുവന്നതിന് വ്യവസ്ഥയുണ്ട്. മിക്കവാറും അദ്ദേഹത്തെ ട്രെയിനിൽ കാണാം. അപ്പോൾ ഇദ്ദേഹം ട്രെയിൻ കൊണ്ട് ജീവിക്കുന്ന ആളാണെന്ന് പലരും പറയുമായിരുന്നു. മാത്രമല്ല ഓരോ റെയിൽവേ സ്റ്റേഷൻ്റെയും ഗന്ധം കൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏത് തവണ അദ്ദേഹത്തെ കണ്ടാലും വളരെ സ്നേഹമായിട്ട് ചിരിച്ചുകൊണ്ട് കലവറയില്ലാതെ പെരുമാറുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. യാതൊരു അഴിമതിയും നടത്താത്ത ആളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കുസൃതി കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് സഖാവ് പിണറായി വിജയൻ്റെ നവകേരളം മാർച്ച് നടക്കും. അതിൻ്റെ പുറകെ കാനം രാജേന്ദ്രൻ്റെ കേരള യാത്ര നടക്കും. അതിൻ്റെ പുറകെ നമ്മുടെ ഉഴവൂർ വിജയൻ്റെ യാത്ര നടക്കും. അപ്പോൾ ഇടതു മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഇതുപോലെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഓരോ യാത്ര നടത്തുകയാണ്. പിണറായി വിജയൻ്റെ യാത്ര, കാനം രാജേന്ദ്രൻ്റെ യാത്ര, ഉഴവൂർ വിജയൻ്റെ യാത്ര. ഉഴവൂർ വിജയൻ അന്ന് NCPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഈ NCP ഉണ്ടായപ്പോൾ അതിന് കൂടെ പോകാതെ കടന്നപ്പള്ളി രാമേന്ദ്രൻ, അദ്ദേഹം കോൺഗ്രസ് S ആയിട്ട് തുടരുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ കടന്നപ്പള്ളി രാമേന്ദ്രനെ വിളിച്ചു. അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. എനിക്ക് മാത്രമേ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ വെറുതെ ഫോണിൽ വിളിച്ചാൽ കടന്നപ്പള്ളിയെ കിട്ടും. കടന്നപ്പള്ളി യാതൊരു തിരക്കില്ലാത്തൊരു മനുഷ്യനാണ്. എല്ലാവരോടും സ്നേഹമായിട്ട് സൗഹാർദ്ദമായിട്ട് സംസാരിക്കുന്ന ആളുമാണ്. ഞാൻ വിളിച്ചു. 2ാമത്തെ ഇങ്ങനെ കടന്നപ്പള്ളി ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എന്തായി വിളിച്ചത്, കുറേ നാൾ കൂടിയിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ, ഇവിടെ പിണറായി വിജയൻ മുതൽ ഉഴവൂർ വിജയൻ വരെയുള്ള ആളുകൾ വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര നടത്തുകയാണ്. ചേട്ടനെ എപ്പോഴാണ് തെക്കോട്ട് എടുക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പുള്ളി പറഞ്ഞു, പൊന്നു ജയശങ്കർ, ഈ ഒരു യാത്ര നടത്തണമെങ്കിൽ രൂപ എത്ര വേണമെന്നറിയാമോ? ഞാൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് ഈ ട്രെയിനിൽ സ്ഥിരമായിട്ട് സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? ഞങ്ങളുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടമാനം പണം പിരിക്കാനോ ഇതുപോലെ ഒരു ആർഭാട തൂർത്ത് യാത്ര നടത്താനോ നിവൃത്തിയില്ല. അതുകൊണ്ട് കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ യാത്ര ഇതിന് ശേഷവും ട്രെയിനിൽ തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത്രയും നിഷ്കളങ്കരായ സാധു മനുഷ്യനാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ. അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് ഷിപ്പിംഗ് വകുപ്പാണ്. ആ വകുപ്പിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഇനിയും ഇതേ ട്രെയിനിൽ തന്നെ കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. 2 മന്ത്രിമാർക്കും മംഗളാശംസകൾ നേരുന്നു. ഇവർ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കാതെ ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് ഭരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.